ഇന്ത്യ 12 തരം ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കുന്നു. പാകിസ്ഥാനെയും ചൈനയും ആക്രമിക്കാൻ കഴിയും. പ്രോജക്റ്റ് വിഷ്ണുവിൻ്റെ കീഴിൽ ഇന്ത്യ 12 തരം ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു. ഇതുവരെയുള്ള രാജ്യത്തെ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയാണിത്. ഏഷ്യയിലുടനീളമുള്ള ശക്തി സന്തുലിതാവസ്ഥ മാറ്റാൻ ഇതിന് ശക്തിയുണ്ട്. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഹൈടെക് ആയുധങ്ങൾ ഉപയോഗിച്ച് സായുധ സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ലോകത്തിലെ മുൻനിര പ്രതിരോധ ആയുധ കയറ്റുമതിക്കാരിൽ ഒരാളായി സ്വയം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഭീഷണിയിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിന് അതിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഹൈപ്പർസോണിക് മത്സരത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തി പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO അയൽപക്കത്തെ ശത്രുക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകിയ ഒരു പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. രാജ്യത്തെ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിക്ക് പ്രോജക്റ്റ് വിഷ്ണു എന്ന് പേരിട്ടിരിക്കുന്നു. ഈ പദ്ധതിക്ക് കീഴിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ മുഴുവൻ അധികാര സന്തുലിതാവസ്ഥയും മാറ്റാൻ ഇതിന് ശക്തിയുണ്ട്. ശരിക്കും ഏഷ്യയിലുടനീളമുള്ള അധികാര സന്തുലിതാവസ്ഥ മാറ്റാൻ പ്രോജക്റ്റ് വിഷ്ണുവിന് ശക്തിയുണ്ടോ? ഇന്ത്യൻ സായുധ സേനയ്ക്കായി മാരകായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ട DRDO ഇന്ന് വരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു. പ്രോജക്റ്റ് വിഷ്ണുവിന് കീഴിൽ വികസിപ്പിക്കുന്ന മിസൈലുകൾ പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരിക്കും നിർമ്മിക്കുക. പ്രോജക്റ്റ് വിഷ്ണുവിന് കീഴിൽ നിർമ്മിക്കുന്ന ET LDHCM പോലുള്ള മിസൈലുകൾക്ക് Mach 8 ഏകദേശം മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. ഇതോടെ സ്വന്തമായി ഹൈപ്പർസോണിക് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന US, റഷ്യ, ചൈന എന്നിവയുൾപ്പെടെയുള്ള എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേരും. പ്രോജക്റ്റ് വിഷ്ണുവിൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ഉൾപ്പെടുമോ? പ്രോജക്റ്റ് വിഷ്ണുവിന് കീഴിൽ DRDO ഒരേ സമയം ഒന്നല്ല 12 വ്യത്യസ്ത തരം ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങൾ നിർമ്മിക്കും. ഈ 12 ഹൈപ്പർസോണിക് മിസൈലുകളിൽ ശത്രുവിൻ്റെ ക്രൂയിസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും ആക്രമണ മിസൈലുകളും ഇന്റർസെപ്റ്റർ മിസൈലുകളും ഉണ്ടായിരിക്കും. അതായത് വ്യോമ പ്രതിരോധവും ഇതിൽ ഉൾപ്പെടുന്നു. 2030 മുമ്പ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് DRDOയുടെ ലക്ഷ്യം. ഈ ശേഷി ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഏത് ഭാഗത്തെയും ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യക്ക് ശക്തി ലഭിക്കും. ഹൈപ്പർസോണിക് വേഗത കാരണം ഈ മിസൈൽ തടയുക അസാധ്യമാണ്. എത്ര രാജ്യങ്ങൾക്കാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ ഉള്ളത്? ലോകത്ത് ഇതുവരെ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയുള്ളൂ: അമേരിക്ക, റഷ്യ, ചൈന. ഇന്ത്യയും ഉടൻ തന്നെ ഈ ലീഗിൽ ചേരും. പ്രോജക്റ്റ് വിഷ്ണുവിന് കീഴിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾക്ക് 1000 മുതൽ 2000 കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത അല്ലെങ്കിൽ ആണവ വാർ ഹെഡുകൾ വഹിക്കാൻ കഴിയും. ഈ മിസൈലുകൾ എവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമോ? ET LDHCM മിസൈൽ പ്രോഗ്രാമിൽ ഹൈപ്പർസോണിക് കഴിവുകൾക്കായി ശക്തമായ ഒരു സ്ക്രാംജെറ്റ് എഞ്ചിനുണ്ട്. ഇത് DRDOയുടെ പ്രാരംഭ പരീക്ഷണത്തിന് വിധേയമായി ട്രക്കുകൾ, വിമാനങ്ങൾ, നാവിക കപ്പലുകൾ തുടങ്ങിയ മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനായി ഈ മിസൈൽ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ HGV മിസൈലിൻ്റെ വികസനം വേഗത്തിൽ പുരോഗമിക്കുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം മിസൈലിന് ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കും. കൂടാതെ അത്യാധുനിക നാവിഗേഷൻ സാങ്കേതിക വിദ്യയും ഉണ്ടായിരിക്കും. ഇത് ചൈനയുടെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അതിനെ തടയുക അസാധ്യമാക്കുന്നു.